ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും വരുന്ന വാർത്ത NDAക്കും BJPക്കും അത്ര ശുഭകരമല്ല. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഉറ്റുനോക്കുന്നത്. രാജ്യത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങൾ നോക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ ബീഹാറിന്റെ മണ്ണിലേക്കാണ്. ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിൽ ആരധികാരത്തിലേക്ക് നവംബർ 14 നടക്കുമെന്ന ചർച്ചയാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബീഹാറിൽ NDAക്ക് അത്ര ആശാവാഹമായ അവസ്ഥയല്ല, അല്ലെങ്കിൽ ബീഹാറിലെ NDAക്ക് അത്ര അനുകൂലമായ അവസ്ഥയല്ല എന്നാണ് ബീഹാറിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ബീഹാറിൽ NDAയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ജനതാദൾ യുണൈറ്റഡ്, BJP, രാംവിലാസ് പാസ്വാന്റെ ഇപ്പോൾ മകൻ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി, ജിതിൻ റാം മാഞ്ചിയുടെ ദളിത് പിന്നോക്ക പാർട്ടി, ഈ പാർട്ടികളാണ് ബീഹാറിലെ NDAയിൽ ഉള്ളത്. ഇവിടെ BJPക്കെതിരെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയാണ് ജനതാദൾ യുണൈറ്റഡ്. സൗഹൃദ മത്സരം എന്ന ഓമന പേരാണ് ഇതിനുള്ളത്. അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി പ്രവർത്തകരും BJP പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾക്കെതിരെ വലിയ രോഷമാണ് ഉള്ളിൽ ഒതുക്കുന്നത്. കാരണം തങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റ് ബീഹാറിൽ BJP അനുവദിച്ചില്ല എന്നാണ് ചിരാഗ് പാസ്വാന്റെ പരാതി.